അതെ, എനിക്ക് മറുപടി ചോദിച്ച് ഇങ്ങനെ രക്ഷപ്പെടാൻ എനിക്കറിയാം. എനിക്കൊരു ഒന്നിനും ഉത്തരമില്ല. അതുകൊണ്ട് ഈ തുടക്കം മുതലേ എടുത്ത സ്ട്രാറ്റജിയാണത്. അതിപ്പോഴും തുടരുന്നു. ഞാൻ ചോദിക്കുന്നതിനൊന്നും മറുപടി പറയാതെ മറുചോദ്യം എന്ന് പറഞ്ഞാൽ എന്തോ വഷളത്തരം വീണ്ടും വീണ്ടും ഉത്തരം തന്നിട്ടും വീണ്ടും 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 ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അതാണ് നീ ചെയ്യുന്നത്. മറുചോദ്യം ഇവിടെ സംവാദം എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് ആദ്യം പഠിക്ക്. അതുപോലും അറിയൂല. എന്ത് കഴിഞ്ഞിട്ടായിരുന്നു ഈ ചോദ്യം ചോദിക്കാൻ വന്ന്? ഏ സംവാദം എന്താന്നുള്ളത് പഠിക്ക്. ഏ അതൊക്കെ പഠിച്ചിട്ട് വേണം സംവാദത്തിന് വരാന്. മറു ചോദ്യത്തിന് ആക്ച്വലി ഇങ്ങനെ വിചാരിച്ചൊരു ചോദ്യം ചോദിച്ചാട്ട് ചെല്ലുമ്പോഴേക്ക് ഇങ്ങനെ ഉത്തരായിട്ട് നേരായിട്ട് പറഞ്ഞു തരും സംവാദത്തെ അറ്റൻഡ് ചെയ്യുന്ന അപ്പുറത്തുള്ള ആളെന്ന്. ഏ യുക്തിവാദി എന്നും പറഞ്ഞ് നടന്നിട്ട് പോരാ, യുക്തി വേണടാ. യുക്തി അല്ലാതെ യുക്തിവാദി എന്നും പറഞ്ഞ് നടന്നാല് വെണ്ടക്ക ആശ്രത്തിൽ വെണ്ടക്ക തരയും പോലെ ആയി പോവും. ഇപ്പൊ നിന്റെ അവസ്ഥ പോലെ വലിയ യുക്തിവാദിയായിട്ട് വന്നായിരുന്നു. ശാസ്ത്രം കൊണ്ടും പിടിച്ചിക്കാനാന്നില്ല, മതം കൊണ്ടും ഒന്നും കൊണ്ടും പിടിച്ചിക്കാനാന്നില്ല. വഷളൻ. പറയടാ, റക്കീബിനെതിരെ യുദ്ധം ചെയ്യണം എന്ന് ഒരാൾ പറഞ്ഞു. അതിനുശേഷം ഒരു കണ്ടീഷൻ വെച്ചു, അവൻ കരാർ ലംഘിച്ചാൽ. കരാർ ലംഘിക്കാത്ത പക്ഷം, നിങ്ങളോട് സൗഹാർദ്ദപരമായി നിൽക്കുന്ന പക്ഷം അവനോട് നിങ്ങൾ അക്രമം ചെയ്യരുത്. അക്രമം ചെയ്താൽ നിങ്ങളായിരിക്കും വലിയ അനീതി ചെയ്യുന്നവർ. പറഞ്ഞെന്താ മലയാളത്തിൽ അതിനും കൂടി പറയും. ഇത് ഖുർആൻ ഹദീസൊന്നല്ല. ഇത് എന്തെന്നാണത്? റക്കീബിനോട് എപ്പോഴും യുദ്ധം ചെയ്യണം എന്നാണോ? റക്കീബിനെ യുദ്ധം ചെയ്ത് കൊല്ലണം എന്നാണോ? എന്താണ് ഇങ്ങോട്ട് പറയും?